കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതേ ഒരു കുട്ടിയാനയുടെയും കുഞ്ഞിക്കിളിയുടെയും കഥയാണ്. കുട്ടിയാനെ എന്റെ കുഞ്ഞുമണികൾ കണ്ടിട്ടുണ്ടോ? എന്ത് ചന്തമാണല്ലേ! കുഞ്ഞി തുമ്പിക്കൈയൊക്കെ ആട്ടി ഇങ്ങനെ പോകുന്ന കുട്ടിയാനകളെ കാണാനായി. ആനകളെ പാർപ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ അവിടെ പോയി കുട്ടിയാനകളെയും വലിയ ആനകളെയും ഒക്കെ കാണണം കേട്ടോ. ഇനി നമുക്ക് കഥ കേൾക്കാം. അങ്ങ് ദൂരെ ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. വലിയ വലിയ മരങ്ങളും പുഴകളും വെള്ളച്ചാട്ടവും പലതരം മൃഗങ്ങളുമൊക്കെയുള്ള ഒരു കാട്. ഈ കാട്ടിൽ ഒരു കൂട്ടം ആനകൾ വസിച്ചിരുന്നു. അവരുടെ ഇടയിൽ ഒരു കുട്ടിയാനയും. ഒരു ദിവസം ഇവരെല്ലാവരും കൂടി കാട്ടിലെ മനോഹരമായ പുഴയിൽ ആർത്തുല്ലസിച്ച് കളിക്കുകയായിരുന്നു. അപ്പോദാ ഒരു ചെറിയ കിളി കീ 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 നമ്മുടെ കുട്ടിയാനയുടെ ചുറ്റും വട്ടം കറങ്ങുന്നു. ആന കുറച്ചു നേരം ഒന്ന് നോക്കി. എന്നിട്ട് അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്തിനാ എന്റെ ചുറ്റും കറങ്ങുന്നേ? എന്താ വേണ്ടത്? ആ കുഞ്ഞിക്കിളി സന്തോഷത്തോടെ പറഞ്ഞു, നമുക്ക് കൂട്ടുകാരായാലോ? ഒരുമിച്ച് ആടിപ്പാടി കളിക്കാം, നല്ല രസമായിരിക്കും. ആന ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ എങ്ങനെ കൂട്ടുകാരാവും? എനിക്ക് നല്ല പൊക്കമുണ്ട്, നീണ്ട തുമ്പിക്കൈയുണ്ട്, വലിയ ചെവിയുണ്ട്. നീയാണെങ്കിലോ ഒരു ചെറിയ കിളി, ഒരിത്തിരി പോന്ന കിളി. അതുകൊണ്ട് നമുക്കൊരിക്കലും കൂട്ടുകാരാവാൻ പറ്റില്ല. ഇത് കേട്ട് കുഞ്ഞിക്കിളി സങ്കടത്തോടെ തിരികെ പറന്നുപോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആഹാരത്തിനായി കാട്ടിൽ കറങ്ങി നടക്കവേ കുട്ടിയാന ആ ആനക്കൂട്ടത്തിൽ നിന്നും വിട്ടുപോയി. കുറേ അലഞ്ഞു തിരിഞ്ഞു. പക്ഷേ അമ്മയെയും അച്ഛനെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആന ഉറക്കെ കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ ആര് കേട്ടു? നമ്മുടെ കുഞ്ഞിക്കിളി. കിളി പെട്ടെന്ന് പറന്നു വന്ന് കാര്യമന്വേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ തന്നെ നിൽക്കണം, എങ്ങോട്ടും പോകരുത്. അമ്മയെയും അച്ഛനെയും ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവരാം. കുഞ്ഞിക്കിളി എന്നിട്ട് പറന്നുപോയി. മറ്റു കിളികളെയും കൂട്ടി ആനക്കൂട്ടത്തെ തപ്പിയിറങ്ങി. കാടിന്റെ നാനാഭാഗങ്ങളിലൂടെ അവർ പറന്നു. ഒടുവിൽ കുട്ടിയാനയുടെ കുടുംബത്തെ കണ്ടെത്തി. എന്നിട്ട് ആ കിളികൾ തിരികെ പോയി അമ്മയെയും അച്ഛനെയും കണ്ടെത്തിയ വിവരം കുട്ടിയാനയെ അറിയിച്ചു. അവരുടെ അടുത്തെത്തുവാൻ കിളികളെ പിന്തുടരുവാൻ കുട്ടിയാനയോട് പറഞ്ഞു. അങ്ങനെ കുട്ടിയാന അമ്മയുടെയും അച്ഛന്റെയും അടുത്തെത്തി. അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഒരത്യാവശ്യ ഘട്ടത്തിൽ നിന്നെ സഹായിക്കാനായി ഈ കുഞ്ഞിക്കിളി പറന്നെത്തി. അതാണ് സൗഹൃദം. കൂട്ടുകാരാവണമെങ്കിൽ ഒരേ പൊക്കമോ വണ്ണമോ വേണമെന്നില്ല, ഒരേപോലെ ആവണമെന്നുമില്ല. നല്ല മനസ്സും നല്ല സ്വഭാവവും മതി. അങ്ങനെ കുട്ടിയാനയും കുഞ്ഞിക്കിളിയും നല്ല കൂട്ടുകാരായി ആടിപ്പാടി നടന്നു. നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? അവരുടെ സ്വഭാവം, അല്ലേ? നല്ല പെരുമാറ്റമുള്ള, നല്ല ശീലങ്ങളുള്ള, നല്ല സ്വഭാവമുള്ള കൂട്ടുകാരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. എങ്കിലേ കുട്ടിയാനയ്ക്ക് കുഞ്ഞിക്കിളിയെ കിട്ടിയ പോലെ നമുക്കും നല്ല കൂട്ടുകാരെ കിട്ടുകയുള്ളൂ. ഈ കഥ എനിക്ക് എവിടുന്നാ കിട്ടിയെന്നറിയാമോ? കുറച്ചു നാള് മുമ്പ് എനിക്കൊരു പുതിയ കൂട്ടുകാരിയെ കിട്ടി. ആ കൂട്ടുകാരിയുടെ പേരാണ് കല്യാണി. കല്യാണിക്കും കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. അവർക്കൊരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ട സമയത്ത് ആ നല്ല കൂട്ടുകാരി എനിക്ക് സമ്മാനമായി ഒരു കുട്ടി ബുക്ക് തന്നു. നമ്മുടെ കുട്ടിയാനയെ പോലെ ചന്തമുള്ളൊരു കുട്ടി ബുക്ക്. ഈ കഥ ആ ബുക്കിലുള്ള കഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.